വേദപുസ്തകത്തിലെ സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് യുക്തിപരമായി ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്തുകയല്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ ഒത്തിരി ഉണ്ട്, എല്ലാത്തിനും യുക്തിപരമായി ഉത്തരം കണ്ടെത്തി ഓരോന്ന് പറയുന്നത്. നമ്മുടെ യുക്തിക്കൊക്കെ ഒത്തിരി അപ്പുറത്താണ് ദൈവികത എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാടുണ്ടെങ്കിലേ പറ്റൂ. യുക്തിപരമായി വാദിച്ച് ജയിക്കാൻ ഇന്ന് ഭയങ്കര വാദവും തർക്കമൊക്കെ ഉണ്ടല്ലോ. പണ്ട് സെയിന്റ് അഗസ്റ്റിൻ ഇങ്ങനെ ഒരിക്കൽ ദൈവത്തിൽ പറഞ്ഞു, കർത്താവേ, തൃത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ഒന്നിച്ചുള്ള അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ എല്ലാം അതിൻ്റെ നിന്റെ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ നിന്റെ അസ്തിത്വത്തിൻ്റെ അറിവുകൾ യുക്തിപരമായി എനിക്ക് മനസ്സിലാക്കി തരണം. കാര്യം ചിലപ്പോൾ ആളുകളൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളോടും ചോദിക്കുമല്ലോ അല്ലേ, നമ്മളോട് ഒത്തിരി ആൾക്കാരൊക്കെ ചോദിക്കുമല്ലോ. അതൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ നീ എനിക്കിതെല്ലാം ഒന്ന് യുക്തിപരമായി അനലൈസ് ചെയ്ത് തരണം. എന്നാൽ ദൈവം അഗസ്റ്റിനോട് പറഞ്ഞു, മോനെ, നീ ഒരു മനുഷ്യനാ. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ ബീയിങ്ങിനെ കുറിച്ചൊക്കെ എത്ര യുക്തിപരമായി പറഞ്ഞാലും നിന്റെ തലയിൽ അതൊന്നും കയറത്തില്ല. എടാ, ഞാൻ ദൈവമാ, അത് നിന്റെ യുക്തി കൊണ്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്നതല്ല. പിന്നെ അഗസ്റ്റിൻ പറഞ്ഞു, എനിക്കും അല്പം ബുദ്ധിയൊക്കെ ഉണ്ട് ദൈവമേ, ഞാൻ കഴിവതും അനലൈസ് ചെയ്തോളാം, ഞാനത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം. അങ്ങനെ സെയിന്റ് അഗസ്റ്റിൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കടൽ തീരത്തൂടെ നടക്കുക. അപ്പോൾ പിള്ളേരവിടെ കളിക്കുക. കുറച്ച് പിള്ളേർ കൂടി അവരുടെ കളി എന്നാണെന്നറിയാമോ? അവരുടെ കയ്യിൽ ഈ കക്ക ഷെല്ലുണ്ട്. അവർ ഷെല്ല് കൊണ്ട് ആ കടൽ തീരത്ത് ഒരു കുഴി മാന്തി, കുഴി ഇങ്ങനെ അതിനകത്തൊന്നും മണ്ണെല്ലാം എടുത്ത് കളഞ്ഞ് ഒരു നല്ല ഒത്തിരി ഇച്ചിരി വലിപ്പമുള്ള പിള്ളേരുണ്ടാക്കിയ ഒരു ഷെല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു കുഴി. എന്നിട്ട് ഇവർ ചെയ്യുന്നത്, കടലിൽ ചെന്ന് ഈ ഷെല്ലിനകത്ത് വെള്ളം കോരി കൊണ്ട് ഈ കുഴിയിൽ ഒഴിക്കുക. അഗസ്റ്റിൻ ചോദിച്ചു, മക്കളെ, നിങ്ങൾ എന്നാ ഈ ചെയ്യുന്നേ? അത് ഈ കുഴി കണ്ടില്ലേ, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കുഴിയാ. ഞങ്ങൾ കക്കായിൽ വെള്ളം കോരി ഒഴിച്ച് ഈ കുഴി നിറച്ച് കടല് പറ്റിച്ച് കളയാൻ പോകുകയാ. കടലിലെ വെള്ളം മുഴുവൻ ഞങ്ങൾ ഈ കുഴിയിലാക്കാൻ പോകുകയാ. പിന്നെ അഗസ്റ്റിൻ പറഞ്ഞു, മക്കളെ, കടൽ എന്താണെന്ന് വെച്ചാ നീ പറയുന്നത്? കടലിലെ വെള്ളമൊന്നും കുഴിക്കകത്താക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ പരിശ്രമിക്കും, ഞങ്ങൾ നോക്കട്ടെ. ഉടനെ കർത്താവ് അഗസ്റ്റിനോട് പറഞ്ഞു, ഇതുപോലെ ഉള്ളു മോനെ, യുക്തിപരമായി നീ എൻ്റെ അസ്തിത്വത്തെയും മറ്റും മനസ്സിലാക്കാൻ നോക്കിയാൽ നിനക്ക് അറിയാനുള്ള കാര്യങ്ങൾക്കകത്ത് ഒത്തിരി കുറവുകളുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് നീ വിശ്വസിച്ചാൽ മതി. വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പാടുകളുണ്ട്. ആ വെളിപ്പാടുകൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന മാനുഷിക യുക്തി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയാ, എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് യുക്തി വേണം, ബുദ്ധിയിൽ വേണം, വിസ്ഡം വേണം, പക്ഷേ റെവലേഷനും വേണം. യുക്തി നിങ്ങൾക്ക് നിഗമനങ്ങൾ കൊണ്ട് തരുന്നു, എന്നാൽ വെളിപ്പാട് നിങ്ങൾക്ക് ബോധ്യങ്ങൾ തരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാ? നമ്മുടെ ഈ തലച്ചോറ് ഉപയോഗിച്ച് മാത്രമൊന്നും അല്ല. തലച്ചോറിൽ ചിലതൊക്കെ കയറുമായിരിക്കും, നിഗമനങ്ങൾ ഉണ്ടാക്കുകയല്ല. അതിനപ്പുറത്ത് വെളിപ്പാടുണ്ട്. യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ രക്തം ചൊരിഞ്ഞതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപം എങ്ങനെ മോചിപ്പിക്കപ്പെടുന്നു എന്ന് യുക്തിപരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അത് വെളിപ്പാടാണ്. അത് വെളിപ്പാടാണ്. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ അതിനപ്പുറത്ത് വെളിപ്പാട്. പ്രിയമുള്ളവരെ, പൗലോസ് പറയാണ്, എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് എന്തൊക്കെ വേണം? യു നീഡ് എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ ഇൻ ദ നോളജ് ഓഫ് ഹിം. അവൻ്റെ പരിജ്ഞാനത്തിൽ, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് യുക്തിയിൽ മാത്രമല്ല, വെളിപ്പാടിലും കൂടെയാണ്. അതുകൊണ്ട് യുക്തിപരമായി ഇത് വായിച്ച് മനസ്സിലാക്കിക്കോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ധ്യാനിക്കുമ്പോൾ, ഈ വചനം വായിക്കുമ്പോൾ ദൈവാത്മാവ് ചില കാര്യങ്ങൾ നമുക്ക് യുക്തിക്കപ്പുറത്ത് വെളിപ്പെടുത്തി തരും. അത് നമ്മൾ ഗ്രഹിക്കണം. തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ വിസ്ഡവും ബുദ്ധിയും വെളിപ്പാടും തന്ന്, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. അപ്പോഴെന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, eyes of your heart enlightened. ബുദ്ധി പ്രകാശിക്കുകയല്ല, ഹൃദയദൃഷ്ടി. എന്താ അതിൻ്റെ അർത്ഥം? തലയിലിരിക്കുകയല്ല, ഇത് താഴോട്ട് ഇറങ്ങി വരികയാണ് ഹൃദയത്തിലേക്ക്. മാംസത്തിലേക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം നമുക്കുണ്ടായാലേ ദൈവഹിതം എന്താണെന്നുള്ളത്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യണം,
പക്ഷേ ബുദ്ധി മാത്രം പോരാ, വെളിപ്പാട് വേണം. തന്നെയല്ല, ഹൃദയം അതിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത്. തലച്ചോറിൽ മാത്രമല്ല, ആത്മാവിൽ മുകളിലിരിക്കുകയുമല്ല, എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദൈവേഷ്ടം അറിയാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നുള്ളതാ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ അറിയുമെന്ന് അവിടെ പറയുന്നത് 3 കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. അതായത് ഇവിടെ പൗലോസ് പറയുന്നത്, കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ, ഓരോരുത്തരെ വിളിച്ചപ്പോഴും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരാശയുണ്ട്, ഓരോരുത്തരെക്കുറിച്ചും ഒരാശയുണ്ട്. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, എന്തിനാണ് അവൻ എന്നെ വിളിച്ചത് എന്ന് ഞാൻ അറിയണം. അതാ പ്രധാനം. അത് ദൈവത്തിൻ്റെ ആശയാണ്, അവൻ്റെ വിളിയാലുള്ള ആശ. ഇഷ്ടം എന്ന് പറയാം, പക്ഷെ ഇഷ്ടം എന്നതിനേക്കാൾ ഉപരി ഒരു ആശ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എന്താണ്, ആഴമുള്ള ഒരു വാക്കായിട്ട് വരും. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ആശയുണ്ട്, എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഞാൻ എന്തായി തീരണമെന്ന് ദൈവത്തിന് വലിയ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണെന്ന് ഞാനൊന്നറിഞ്ഞാലല്ല എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം, ഒന്നാമത്തെ കാര്യം, എനിക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. കാര്യം സ്വപ്നം കാണണമെങ്കിൽ അതിനും ഒരു കപ്പാസിറ്റി വേണമല്ലോ. അപ്പോൾ അതനുസരിച്ച് എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിച്ചാൽ പോരാ. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ആശയമുണ്ട്. എനിക്കത് ചിലപ്പോൾ അത്ര മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്നതിനറിയാം, കർത്താവേ നിൻ്റെ ആശ എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. നമ്മൾ ഇപ്പം ഒരു കുഞ്ഞ് ജനിച്ചു വളർന്നു വരുന്നു. ഈ വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. ഈ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ, ഇപ്പം സ്കൂളിലൊക്കെ കുറച്ചുകൂടെയൊക്കെ കളിയും ചിരിയും ഒക്കെ ഉണ്ടെന്ന് പറയാം. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ പോയപ്പോഴത്തേക്ക് ആശാൻ ഇരുന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇരുന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് വരുന്ന പിള്ളേരെ അന്ന് അധികം കാണാൻ പറ്റിയല്ല, ഇപ്പോഴും ഇല്ല. മിക്കവാറും ഉള്ള പിള്ളേരെല്ലാം തിരിച്ചു വരുന്നത്, കാര്യം ഭയങ്കര സ്ട്രിക്റ്റാ ടീച്ചർ. തിരിച്ചു വരുന്നത് കരഞ്ഞോണ്ടാണ് വരുന്നത്. അപ്പോൾ കരഞ്ഞ് ചെറുക്കൻ വന്നിട്ട് പറയണം, അപ്പനോട് പറയാണ്, എനിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ നമ്മളെന്താ പറയും? എന്നാ പോകണ്ട മോനെ എന്ന് ഏതെങ്കിലും അപ്പൻ പറയുമോ? ഇല്ല. അപ്പൻ പറയും, മോനെ അങ്ങനല്ല, നീ സ്കൂളിൽ പോകണം. വേണ്ട, എനിക്ക് ഇഷ്ടമില്ല സ്കൂളിൽ പോകുന്നത്. പറഞ്ഞു, മോനെ നിന്റെ ഇഷ്ടമല്ല പ്രശ്നം, എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. നിന്നെ ഈ സ്കൂളിൽ വിട്ടിരിക്കുന്ന എന്തിനാണ്? എൻ്റെ മനസ്സിൽ നീ വളർന്നു വരുമ്പോൾ നീ ആരാകണമെന്നൊരു സ്വപ്നം എനിക്കുണ്ട്. നിന്നെക്കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ചെറുക്കൻ പറയാ, എനിക്കും ഉണ്ട് ഒരു സ്വപ്നം. അങ്ങനെ ചോദിച്ചു, എന്താണ് നിന്റെ സ്വപ്നം? പ്ലേ ഗ്രൗണ്ട്, എനിക്ക് കളിച്ചാൽ മതി. എന്നാൽ പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി തരാമെന്ന് ഏതെങ്കിലും അപ്പൻ പറയുമോ? മോനെ നിനക്ക് സ്വപ്നം കാണാനുള്ള കഴിവായിട്ടില്ല, ഇപ്പം നീ കുഞ്ഞാ. ഇപ്പം അപ്പൻ്റെ ഇഷ്ടം, അപ്പൻ്റെ സ്വപ്നം അങ്ങ് നിർവഹിച്ചാൽ മതി എന്നല്ലേ പറയത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ച് അവൻ്റെ വിളിയാലുള്ള ആശ. ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന് ഒരു ആശയുണ്ട്. അത് എൻ്റെ ആശയല്ല. കാര്യം എൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്നത് യേശുവിനാണ്. അവൻ എന്നെ വിളിച്ചപ്പോൾ എന്നെക്കുറിച്ച് അവൻ്റെ കർത്താവിൻ്റെ, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന് പറയാൻ കഴിയുന്നത്. ആത്യന്തികമായി കർത്താവിൻ്റെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ, കർത്താവിനൊരു ഇഷ്ടമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ കർത്താവിൻ്റെ ഇഷ്ടം നിർവഹിക്കാനായിട്ട് നമ്മൾ ചില വഴികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. കർത്താവിന് ആത്യന്തികമായി ഒരു ലക്ഷ്യമുണ്ട്, അത് വേറെ. അത് നമ്മൾ അറിയണം. എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത് എന്നുള്ളത് നമ്മൾ അറിയണം. ആത്യന്തികമായ സ്വപ്നം എന്താണ്, പിന്നെ ഓരോ ദിവസങ്ങളിലും നമ്മളെങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചും ദൈവത്തിന് ഒരിഷ്ടമുണ്ട്. ആത്യന്തികമായി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ആത്യന്തികമായി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിത്യതയിൽ അവൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ ഇവിടെ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാറോ വീടോ ഒക്കെ തന്നിട്ട് ഇവിടെ ഇട്ടേക്കാനുള്ളതല്ല. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2-ാമത്തെ വാക്യം മുതൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്,
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ ഇഷ്ടം. ആ ഇഷ്ടത്തിന് വേണ്ടിയാ ഞാൻ ഇവിടെ ജീവിക്കുന്നതും ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതും എല്ലാം. എന്തിനാണ്? ആത്യന്തികമായി എന്നെ കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരുത്തണം. അവൻ്റെ കൂടെ ഞാൻ ജീവിക്കണം. എൻ്റെ നിത്യതയിൽ ഞാൻ യേശു ഒന്നിച്ച് കാണണം. ദൈവത്തിൻ്റെ സ്വപ്നം അതാ. എന്നെ വിളിച്ചപ്പോൾ തന്നെ കർത്താവ് എന്തിനാ എന്നെ വിളിച്ചത്? മോനെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എന്താ? ഒരു ദിവസം ഞാൻ വരുമ്പോൾ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നീ എൻ്റെ കൂടെ വരും, നീ എൻ്റെ കൂടെ വാഴും. എൻ്റെ നിത്യതയാണ് എന്നെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ യേശുവിൻ്റെ സ്വപ്നം. യേശുവിൻ്റെ സ്വപ്നം ഞാൻ യേശുവിനോട് കൂടെ നിത്യത ചെലവഴിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആത്യന്തികമായി ദൈവത്തോടു കൂടെ സ്വർഗത്തിലിരിക്കണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം. ആ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഇവിടെ ഓരോ ചെറിയ കാര്യത്തിലും ഇഷ്ടമുണ്ട്. ഇപ്പം ഒരപ്പൻ്റെ ഇഷ്ടം മോനെ IAS കാരനാക്കണമെങ്കിൽ ഒരു ദിവസം അവനെ IASലോട്ട് നേരെ അങ്ങ് കയറ്റിക്കൊണ്ട് പോകല്ല, അവനാകത്തില്ല. അവനെ കുടിപ്പള്ളിക്കൂടത്തിൽ തൊട്ട് പഠിക്കാൻ വിടുകയാണ്, നേഴ്സറി ക്ലാസ് തൊട്ട് ഇരുത്തുകയാണ്. അപ്പം നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനത് മനസ്സിലാകുന്നില്ല. അപ്പൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു ഇഷ്ടമുണ്ട്. ഒരു കുഞ്ഞിനെക്കുറിച്ച് അപ്പന് ഇഷ്ടമുള്ളതുപോലെ ആത്യന്തികമായി എന്നെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താ? എന്നെ IAS കാരനാക്കുന്നതൊന്നുമല്ല ദൈവത്തിന് ഉള്ള സ്വപ്നം. ദൈവത്തിൻ്റെ സ്വപ്നം എന്താണെന്നറിയാം. നമുക്കതൊക്കെ ആയിരിക്കും സ്വപ്നം. പക്ഷെ ദൈവത്തിൻ്റെ സ്വപ്നം ആത്യന്തികമായി ഞാൻ യേശുവിനോട് കൂടെ സ്വർഗത്തിൽ വസിക്കണം എന്നുള്ളതാണ്. നിത്യതയിൽ യേശുവിനോട് കൂടെ ആയിരിക്കണം. എന്നാൽ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നേ പറ്റൂ. അതാണ് ദൈവത്തിൻ്റെ ഇവിടെയുള്ള എൻ്റെ ആഗ്രഹം. ഇവിടെയും എൻ്റെ മകൻ, എൻ്റെ മണവാട്ടി, ഞാൻ വീടൊരുക്കാൻ പോകുകയാ. പക്ഷേ അവിടെ ഇരിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാകത്തക്ക നിലയിൽ അവൻ ഇവിടെ ജീവിക്കണം. എൻ്റെ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിനൊരു സ്വപ്നമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ നമ്മൾ ഇരിക്കണമെന്ന് മാത്രമല്ല, ഇവിടെയും ഞാൻ ദൈവത്തോടു കൂടെ ഇരിക്കണം. ഇവിടെയും ഉയരത്തിലും യേശുവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് ദൈവം എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുകയല്ല, എന്നെക്കുറിച്ച് ദൈവത്തിന് ഉള്ള സ്വപ്നം. അത് ഞാൻ അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഇതൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവൻ്റെ വിളിയാലുള്ള ആശ, അവൻ്റെ വിളിയാലുള്ള ആശ ഞാൻ അറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് ഞാൻ അറിയണം. അത് നമ്മൾ എല്ലാവരും അറിയണം. അതറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശ ഇന്നതെന്ന് ഞാൻ അറിയും.